ഡിയർ ഫ്രണ്ട്സ്, BSc കെമിസ്ട്രി പ്രാക്ടിക്കൽസിൻ്റെ വോളിമെട്രിക് എക്സ്പെരിമെൻറ്റ്സ് വളരെ ബ്രീഫായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ഓഫ് കാറ്റയോൺസ്. ഇപ്പം BSc മെയിൻ സ്റ്റുഡൻസിനാണെങ്കിൽ കംപ്ലീറ്റ് സോൾട്ട് മിക്സർ അനാലിസിസ് ആണുള്ളത്. 2 സോൾട്ടുകൾ മിക്സ് ചെയ്ത് അതിൻ്റെ 2 കാറ്റയോണും 2 ആനയോണും അനലൈസ് ചെയ്യുന്നതാണ് BSc മെയിൻ പ്രാക്ടിക്കൽസിൽ ഇനോർഗാനിക് അനാലിസിസിൽ വരുന്നത്. BSc ഫിസിക്സ് ആൻഡ് BSc ജിയോളജി ഇവരുടെ സബ്സിഡിയറി കെമിസ്ട്രി പ്രാക്ടിക്കൽസിന് കാറ്റയോൺ മിക്സ്ചർ അനാലിസിസ് ആണ്. അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളിൽ എത്ര കുട്ടികൾ, എത്ര സ്റ്റുഡൻസ്, അതായത് BSc മെയിൻ സ്റ്റുഡൻസ്, BSc സബ് സ്റ്റുഡൻസ്, MSc സ്റ്റുഡൻസ്, +1 +2 ഇങ്ങനെ ഏത് കാറ്റഗറി സ്റ്റുഡൻസാണ് കെംബിറ്റ് ചാനൽ വ്യൂ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് ഒന്ന് മെൻഷൻ ചെയ്യണം. അതുപോലെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ്, കണക്റ്റഡ് വീഡിയോസ്, റിലേറ്റഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, നിങ്ങൾ ബുക്ക് എടുക്കണം. നിങ്ങൾ നോട്ട്ബുക്ക് വേണം, അതുപോലെ തന്നെ പെന്നും വേണം. പോയിൻറ്റ്സ് എല്ലാം കുറിച്ചിട്ടിട്ട്, ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ കോളേജിൽ ഇത് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് കാണും. എങ്ങനെയായിരിക്കും ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അത് കിട്ടിയത് എങ്ങനെ എഴുതണം. എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പറയുന്ന പോയിൻറ്റ്സും അതുപോലെ ചില ക്ലൂസ്, എങ്ങനെയാണ് ഓരോന്ന് തിരിച്ചറിയുന്നതെന്നുള്ള ചില ക്ലൂസും ഇതിനകത്ത് തരുന്നുണ്ട്. അതെല്ലാം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കാറ്റയോൺ അനാലിസിസ് ഇനി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തോ എല്ലാവരും? ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കമൻറ്റ് തീർച്ചയായിട്ടും എഴുതണം. നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, സ്റ്റുഡൻ്റ് ആണോ? സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഏത് സ്റ്റുഡൻറ്റ്, BSc മെയിൻ ആണോ, സബാണോ, അതോ മറ്റേത് +1 +2 സ്റ്റുഡൻസ് ആണോ? ഒക്കെ മെയിനായിട്ട് BSc ഫിസിക്സ് ആൻഡ് ജിയോളജിയുടെ പ്രാക്ടിക്കൽസാണ്. സുവോളജി ആൻഡ് ബോട്ടണി ഹോം സയൻസ് വിഭാഗത്തിന് ഓർഗാനിക് അനാലിസിസ് ആണ്. അപ്പോൾ നിങ്ങളിത് ആവശ്യപ്പെട്ടാൽ, നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞാലാണ് എനിക്കത് ചെയ്യാനൊരു ഉത്സാഹം വരികയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, BSc കെമിസ്ട്രി മെയിൻ, അതുപോലെ BSc ഫിസിക്സ് മെയിൻ ആൻഡ് ജിയോളജി മെയിൻ, അവരുടെ സബിനും നമുക്ക് കാറ്റയോൺ അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് അമോണിയം ടെസ്റ്റ് ചെയ്യുന്നത്, ടെസ്റ്റ് ഫോർ അമോണിയം, അതായത് ഒരു സോൾട്ട് മിക്സ്ചറിലും അതുപോലെ തന്നെ കാറ്റയോൺ മിക്സ്ചറിലും അമോണിയത്തെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അമോണിയം സൊല്യൂഷൻസ് പൊതുവേ വാട്ടർ സോലബിൾ ആയിരിക്കും. സോഡിയം, പൊട്ടാസ്യം സോൾട്ട് പോലെ അമോണിയം സോൾട്ട്സ് എല്ലാം വാട്ടർ സോലബിൾ ആയിരിക്കും. അമോണിയം കാർബണേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സോൾട്ടുകളും വാട്ടർ സോലബിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു സിമ്പിൾ സോൾട്ട് സൊല്യൂഷൻ, അതായത് അമോണിയം സോൾട്ട് സൊല്യൂഷൻ മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനകത്ത് നമുക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോഡിയം കാർബണേറ്റ് സൊല്യൂഷനാണ്, ഇതും സൊല്യൂഷനാണ്. ഇതിനകത്തേക്ക് നമ്മൾ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അമോണിയം കാർബണേറ്റ് ആയിരിക്കും, NH4 2 CO3 ആയിരിക്കും. ഈ അമോണിയം കാർബണേറ്റ് സോലിബിളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടത്തില്ല. ഈ ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഈ സോഡിയം കാർബണേറ്റ് ആണ് നമ്മൾ +1 ലെവലിൽ, +2 ലെവലിലൊക്കെ നിങ്ങൾക്ക് ഈ അമോണിയത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തരുന്നത്. ഒരു സിമ്പിൾ സൊല്യൂഷനകത്താണെങ്കിൽ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പം നോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് അമോണിയത്തിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അത് വെച്ചിട്ട് നമുക്ക് ഫർദർ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ നിങ്ങൾ BSc ലെവലിലേക്ക് വരുമ്പോൾ BScക്ക് നമുക്ക് ഒന്നുകിൽ സോൾട്ട് മിക്സ്ചർ ആയിരിക്കും തരുന്നത്. സോൾട്ട് മിക്സ്ചർ എന്ന് പറയുമ്പോൾ 2 ആനയോണും 2 കാറ്റയോണും, 2 ആനയോണും 2 കാറ്റയോണും തരുന്ന മിക്സ്ചേഴ്സാണ് ഉള്ളത്. ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും പ്രസൻസ് ഈ അമോണിയത്തിൻ്റെ ഡിറ്റക്ഷനെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുക, ആദ്യം നമ്മൾ വാട്ടറിൽ സോലിബിലിറ്റി നോക്കണം. അതായത് സോൾട്ട് സോലിബിൾ ആണോ എന്ന് നോക്കുക. വാട്ടർ സോലിബിൾ ആണെങ്കിൽ നമുക്ക് അമോണിയത്തിൻ്റെ സാധ്യത ഉണ്ട്. പക്ഷേ അവിടെ വാട്ടർ സോലിബിൾ ആണെങ്കിൽ ഈ 2 സോൾട്ടുകളും വാട്ടർ സോലിബിൾ ആണെങ്കിൽ മാത്രമേ സോൾട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ സോഡിയം കാർബണേറ്റ് ടെസ്റ്റ് ചെയ്യാൻ അവിടെ ബുദ്ധിമുട്ടാണ്. അതല്ല സോലിബിൾ ആണെങ്കിൽ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്താൽ അമോണിയ സോൾട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യത്തില്ല, മറ്റുള്ള സോൾട്ടുകൾ മെറ്റലുകൾ കാർബണേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് യൂസ്ലെസ് ആണ്, നമുക്കവിടെ ഉപയോഗിക്കാൻ പ്രയാസമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോൾട്ടിനകത്തേക്ക്, സോൾട്ട് മിക്സ്ചറിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് വാം ചെയ്യുകയാണ്. വാം ചെയ്യുമ്പം എന്തായാലും എങ്ങനെയെങ്കിലും അമോണിയം സോൾട്ട് ഉണ്ടെങ്കിൽ ആ സോഡിയം ഹൈഡ്രോക്സൈഡ് അതിനെ പുറത്ത് കൊണ്ടുവരും. അങ്ങനെ സ്മെൽ ഓഫ് അമോണിയ ആണ് നമുക്കവിടെ ഇൻഡിക്കേഷനായിട്ട് വരുന്നത്. അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് അതർ കാറ്റയോൺ ഓർ ആനയോൺ പ്രസൻറ്റ് ഇൻ ദ സോൾട്ട് മിക്സ്ചർ, sodium hydroxide can liberate ammonia from the salt mixture, and thus we can test ammonium ion in the salt mixture. ഇതാണ് സോൾട്ട് മിക്സ്ചറിൻ്റെ കേസ്. അപ്പം നമ്മൾ എപ്പോഴും അനാലിസിസ് ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട്, മറ്റ് ഗ്രൂപ്പുകളെ അനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അമോണിയം ടെസ്റ്റ് ചെയ്യും. അത് മെയിൻ പ്രാക്ടിക്കലായാലും സബ് പ്രാക്ടിക്കലായാലും അമോണിയത്തിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഫോർ അമോണിയം അയോൺ എന്ന് പറയുന്നത് ആദ്യം തന്നെ പെർഫോം ചെയ്യേണ്ടുന്നതാണ്. ഇത് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷനിലേക്ക് കടക്കുന്നത്. അപ്പം ഇത് മെയിൻ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ സോൾട്ടിൽ എന്താണെങ്കിലും നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാം. ഇനി സബ്സിഡിയറി സ്റ്റുഡൻസിന് എങ്ങനെയാണ് അമോണിയം ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ നമുക്ക് ഇതേപോലെ 2 കാറ്റയോണാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ കയ്യിലുള്ളത് അമോണിയം ആണെന്ന് വിചാരിക്കുക, മറ്റത് സെക്കൻഡ് എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു കാറ്റയോണാണ്. ഈ കാറ്റയോൺ മിക്സ്ചറിനെയാണ് നമുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് സോഡിയം കാർബണേറ്റ് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് NaOH ആഡ് ചെയ്യും. സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പം സാധാരണഗതിയിൽ അമോണിയ ലിബറേറ്റ് ചെയ്യും. പക്ഷേ ഈ അമോണിയ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് വാം ചെയ്യും. വാം ചെയ്യുമ്പം സ്മെൽ ഓഫ് അമോണിയ, അതൊരു പഞ്ചൻറ്റ് സ്മെല്ലാണ്. അത് നമുക്ക് ഈസിലി ഐഡൻറ്റിഫയബിൾ ആണ്. അത് അമോണിയം അയോണിൻ്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്ന അതേ ടെസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് ടെസ്റ്റുകളും കൂടെ ചെയ്യാൻ പറ്റും. അതായത് ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അമോണിയ ഗ്യാസ് ആദ്യം നമ്മൾ സ്മെല്ല് ചെയ്യും. രണ്ടാമത് നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ്, ഒരു ഗ്ലാസ് റോഡിൻ്റെ ടിപ്പിൽ നമ്മൾ HCl ബോട്ടിലേക്ക് ഗ്ലാസ് റോഡ് ഒരിക്കലും ഇടാൻ പാടില്ല. വേറൊരു വാച്ച് ഗ്ലാസ്സിലോ ടെസ്റ്റ് ട്യൂബിലോ കോൺസെൻട്രേറ്റ് HCl ഒരു ഡ്രോപ്പ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഗ്ലാസ് റോഡിൻ്റെ ടിപ്പിലേക്ക് ഒരു ഡ്രോപ്പ് കോൺസെൻട്രേറ്റ് HCl ആഡ് ചെയ്തിട്ട് ഉടൻ തന്നെ, അപ്പോൾ അത് നമ്മളത് റെഡിയാക്കി വെക്കും. കോൺസെൻട്രേറ്റ് HCl ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ആണ് ഇതിനെ വാം ചെയ്യുന്നത്. വാം ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഗ്യാസിൻ്റെ മേലേക്ക് ഈ ഗ്ലാസ് റോഡ് ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടുന്ന് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാവും. അത് വരുന്നത് അമോണിയം ക്ലോറൈഡിൻ്റെ ഫ്യൂംസ് ആയിരിക്കും, നല്ല തിക്ക് വൈറ്റ് ഫ്യൂംസ്. ഈ തിക്ക് വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ അമോണിയം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അമോണിയം ക്ലോറൈഡിൻ്റെ ഫ്യൂംസ് വന്നത് അമോണിയ ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതേ ഫ്യൂംസ് ഈ വരുന്ന അമോണിയയിൽ തന്നെ നെസ്ലേഴ്സ് റിയേജൻറ്റിൽ ഡിപ്പ് ചെയ്ത ഒരു ഫിൽട്ടർ പേപ്പറാണ് നമ്മളിവിടെ കാണിക്കുന്നതെങ്കിൽ ആ ഫിൽട്ടർ പേപ്പറിന് ഒരു യെല്ലോയിഷ് ബ്രൗൺ കളർ ഉണ്ടാക്കും അമോണിയ. അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ആ കോംപ്ലക്സിൻ്റെ കളർ യെല്ലോയിഷ് ബ്രൗൺ. അപ്പോൾ ഇത് നമുക്ക് കെമിക്കൽ സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരേ ടെസ്റ്റ് ട്യൂബിൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സോൾട്ട് അതിനകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ച് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റ് HCl റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ ഫിൽറ്റർ പേപ്പർ സോക്ഡ് ഇൻ നെസ്ലേഴ്സ് റീജൻറ്റും റെഡി ആയിരിക്കണം. എന്നിട്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ സോൾട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ സോൾട്ട് മിക്സ്ചർ എടുക്കുന്നു, കാറ്റയോൺ മിക്സ്ചർ സൊല്യൂഷൻ ഏതെടുത്താലും സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു, ഒന്ന് വാം ചെയ്യുന്നു. വാം ചെയ്യുമ്പോൾ തന്നെ ഒന്ന് മണത്ത് നോക്കുന്നു. ഫസ്റ്റ് നമ്മൾ സ്മെല്ല് നോട്ട് ചെയ്യുന്നു, സെക്കൻഡ് നമ്മൾ ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്തത് കാണിക്കുന്നു, മൂന്നാമത് നെസ്ലേഴ്സ് പേപ്പർ കാണിക്കുന്നു. ഇത് മൂന്നും ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നെസ്ലേഴ്സ് റീജൻറ്റ് നമുക്ക് ഒരു ടെസ്റ്റ് ട്യൂബിലോ ഒരു സ്പോട്ട് പ്ലേറ്റിലോ നെസ്ലേഴ്സ് സോൾട്ടിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തതിന് ശേഷം ഒരു ഡ്രോപ്പ് നെസ്ലേഴ്സ് റീജൻറ്റും കൂടെ ഒഴിക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിനകത്ത് തന്നെ യെല്ലോയിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം എങ്ങനെ. ഫസ്റ്റ് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടെസ്റ്റ്. അതിൽ ദ ഗിവൺ സൊല്യൂഷൻ ഓർ ദ മിക്സ്ചർ ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഇറ്റ് ഈസ് വാംഡ്. Then you get a pungent smell of ammonia gas. Sodium hydroxide and salt അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് കാറ്റയോൺ ഓൺ വാമിങ്. നമുക്ക് ചിലപ്പോൾ വാം ചെയ്യേണ്ടി വരും. പക്ഷേ വാം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ
കംപ്ലീറ്റ് അമോണിയ എക്സ്പെല് ചെയ്യരുത്, ജസ്റ്റ് ചൂടാക്കിയിട്ട് തന്നെ ഷേക്ക് ചെയ്ത് അതിൻ്റെ സ്മെല്ല് അത് വേവ് ചെയ്ത് നമ്മൾ അമോണിയയുടെ സ്മെല്ല് നോട്ട് ചെയ്യുക. പ്രസൻസ് ഓഫ് അമോണിയ. രണ്ടാമത് എന്താ ചെയ്യുന്നത്, HCl ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റ് HCl ഇസ് ഷോൺ ഇൻ ദ എബവ് ഗ്യാസ്. ഡെൻസ് വൈറ്റ് ഓർ തിക്ക് വൈറ്റ്സ്, കട്ടിയുള്ള വെള്ള പുകയാണ് നമുക്ക് കിട്ടുന്നത്. ഡെൻസ് വൈറ്റ് ഫ്യൂംസ്, പ്രസൻസ് ഓഫ് അമോണിയം എഗെയിൻ. ദെൻ നെസ്ലേഴ്സ് റിയേജൻറ്റ് ടെസ്റ്റ്, ദാറ്റ് ഈസ് എ കൺഫർമേറ്ററി ടെസ്റ്റ്. ഇത് രണ്ടും നമുക്ക് അതിൻ്റെ പ്രസൻസ് കാണിക്കുന്നത് കൺഫർമേഷൻ ആണ് എന്നാലും നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് നെസ്ലേഴ്സ് റിയേജൻറ്റ് ടെസ്റ്റാണ്. അതുകൊണ്ട് എ ഫിൽറ്റർ പേപ്പർ സോക്ഡ് ഇൻ നെസ്ലേഴ്സ് റിയേജൻറ്റ് ഈസ് ഷോൺ ഇൻ ദ എബവ് ഗ്യാസ്. യെല്ലോയിഷ് ബ്രൗൺ കളർ ഓർ പ്രസിപ്പിറ്റേറ്റ്, ഒരു ഫിൽറ്റർ പേപ്പറിലാകുമ്പോൾ നമുക്കൊരു കളറാണ് കിട്ടുന്നത്. ടെസ്റ്റ് ട്യൂബിൽ പെർഫോം ചെയ്യുമ്പം ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. That is ammonium is confirmed, then you can report it as the given solution or the mixture. Cation mix in the salt mixture ആണെങ്കിൽ the given mixture contains ammonium as one of the cations. ഇതാണ് റിപ്പോർട്ട്. ഓക്കെ.